കുടിയേറ്റ കാർഷിക ഗ്രാമങ്ങളുടെ കായിക സംസ്കാരത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ പഴയകാല ഓർമ്മകളെ തൊട്ടുണർത്തി ഹൈറേഞ്ചിൽ വീണ്ടും ഒരു കണ്ടംകളി പോരാട്ടം. ബൈസൺ വാലി BCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുട്ടുകാട് പാടശേഖരത്തിൽ സംഘടിപ്പിച്ച ചെളി വോളിബോൾ മത്സരം കായിക പ്രേമികളിൽ ആവേശത്തിന്റെ വേലിയേറ്റമാണ് സൃഷ്ടിച്ചത്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നൂൽമഴ നനഞ്ഞ് വോളിബോൾ കളിച്ചിരുന്ന പഴയ തലമുറയുടെ ആവേശം നെഞ്ചിലേറ്റാൻ പുതുതലമുറയും കൂട്ടത്തോടെ ഒഴുകിയെത്തിയതോടെ മുട്ടുകാട് പാടശേഖരം ഒരൊറ്റ മനസ്സായി മാറി. ഇത് വെറുമൊരു വോളിബോൾ മത്സരമല്ല, മണ്ണറിഞ്ഞ് മണ്ണിനെ പ്രണയിച്ചു ജീവിച്ച ഒരു ജനതയുടെ കായിക സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഉഴുതുമറിച്ച പാടത്തെ ചെളിക്കണത്തിൽ ഇടിവെട്ട് സ്മാഷ് ചെയ്യുന്ന കളിക്കാരും അവർക്കു ചുറ്റും ആവേശം ചോരാതെ ആർത്തു വിളിക്കുന്ന നൂറുകണക്കിന് കായിക പ്രേമികളും മുട്ടുകാട് പാടശേഖരത്തെ ഉത്സവ പറമ്പാക്കി മാറ്റി. മറ്റ് വിനോദോപാധികളൊന്നുമില്ലാതിരുന്ന കാലത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന നൂൽമഴയ്ക്കൊപ്പം വോളിബോൾ മത്സരങ്ങൾ തകൃതിയായി നടക്കുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നഷ്ടമായി പോയ ആ കായിക പാരമ്പര്യത്തെ അതേ ചൂടും ചൂരോടും കൂടി തിരികെ പിടിക്കുകയായിരുന്നു ബൈസൺ വാലി BCC ക്ലബ്. മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബൈസൺ വാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സുരേന്ദ്രൻ നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തടക്കം ചെറിയ ചെറിയ ടീമുകളെല്ലാം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. മുട്ടുകാട്ടിലും നല്ല ടീമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്ര പ്രാദേശിക ടീമുകളൊന്നും തന്നെ ഇല്ല. അത് തന്നെയല്ല, ഇപ്പം വോളിബോളും എല്ലാം നടക്കുന്ന രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ ഇപ്പം ടീമിന് ലൈറ്റും മറ്റ് സംവിധാനവും ഗ്രൗണ്ടും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ബൈസൺ വാലിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി കടുത്ത പോരാട്ട വീര്യവുമായി 12 കരുത്തുറ്റ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ ആവേശം ഒട്ടും ചോരാതെ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. കളി കണ്ടുനിന്ന കാണികൾ ഓരോ പോയിന്റിലും കളിക്കാരെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ചെളിയിൽ പൊരുതി ജയിച്ച് 1ാം സ്ഥാനം നേടിയ പാറത്തോട് ടീമിന് 5001 രൂപയും ആകർഷകമായ ട്രോഫിയും സമ്മാനമായി ലഭിച്ചു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ റണ്ണേഴ്സപ്പായ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പൂപ്പാറ ടീമിന് 3001 രൂപയും ട്രോഫിയും ലഭിച്ചു. കായിക സംസ്കാരത്തെ നെഞ്ചിലേറ്റാൻ പുതുതലമുറയും തയ്യാറാണെന്ന് തെളിയിക്കുന്നതായിരുന്നു മുട്ടുകാട് പാടശേഖരത്തെ ഈ മത്സരം.